ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കുഞ്ഞനന്തന് നീതി കിട്ടിയില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട നീതി തടവറയ്ക്കുള്ളിൽ കുഞ്ഞനന്തന് ലഭിച്ചില്ല. ഭരണകൂട താൽപര്യവും ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവവുമാണ് കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയത്. കുഞ്ഞനന്തൻ നാടിന് വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയാണെന്നും EP കുഞ്ഞനന്തൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതി ലഭിക്കാതെ നാടിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നീതിപീഠത്തിന്റെ മുമ്പിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങളുണ്ടായി. പക്ഷേ ശക്തമായ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളും ഇവിടുത്തെ നീതിന്യായ പീഠത്തിന്റെ ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സഖാവ് കുഞ്ഞനന്തനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി. ഒരു ഇന്ത്യൻ പൗരന് നൽകേണ്ട നീതി നൽകാതെ രോഗിയായ ഒരാൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ പോലും അനുവദിക്കാതെ യാതനയും വേദനയും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് സഖാവ് കുഞ്ഞനന്തൻ 2020 ജൂൺ 11 നമ്മെ. സുനിൽ ഐസക്കുണ്ട്. സുനിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് EP ജയരാജൻ ചൂണ്ടിക്കാട്ടിയത്? ജീന, ടി.പി. ചന്ദ്രശേഖരന്റെ വധക്കേസിലെ 13ാം പ്രതിയായ കുഞ്ഞനന്തനെ CPM എക്കാലവും ന്യായീകരിക്കുന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതായത് PK കുഞ്ഞനന്തന്റെ 5ാം ചരമദിനത്തോടനുബന്ധിച്ച് പാനൂർ പാറാട് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിലാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഇത്തരമൊരു നിലപാടെടുത്തത്. അതായത് ടി.പി. വധക്കേസിലെ പ്രതി കുഞ്ഞനന്തന് നീതി കിട്ടിയില്ലെന്നാണ് EP ജയരാജൻ നിലപാട്. കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയത് ഭരണകൂട താല്പര്യവും ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവവുമാണെന്ന് EP ജയരാജൻ പറയുന്നു. ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട നീതിയുണ്ട്, അത് തടവറയ്ക്കുള്ളിൽ കുഞ്ഞനന്തന് ലഭിച്ചില്ല. കുഞ്ഞനന്തൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയാണെന്നും EP ജയരാജൻ പറയുന്നു. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു കുഞ്ഞനന്തൻ. ടി.പി. കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും CPMന്റെ ഏരിയ കമ്മിറ്റിയിൽ കുഞ്ഞനന്തനെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2020 ജൂൺ 11 PK കുഞ്ഞനന്തൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിരിക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുന്നത്. അതിനുശേഷം എല്ലാ വർഷവും CPM കുഞ്ഞനന്തന്റെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ 5ാം വാർഷിക പരിപാടികൾക്കിടയിലായിരുന്നു EP ജയരാജന്റെ ഇത്തരമൊരു പരാമർശം. ശരി.